ഹേ ഗൈസ്, നമ്മളിങ്ങനെ ബേബി ഇൻ യെല്ലോ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിന്ന് ബേബി ഇൻ യെല്ലോ ഗെയിം കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനുള്ള നേരെ ഗെയിമിലോട്ട് പോകാം. നമ്മളങ്ങനെ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു കൊച്ചിരിപ്പുണ്ട് ഇവിടെ. കൊച്ചിനെ നമ്മൾ എന്താ ചെയ്യേണ്ട, ഉറക്കണം ഈ കൊച്ചിനെ നമ്മൾ. ഇതാണ് സാ പേടിപ്പെടുത്തുന്ന പ്രാന്ത് പിടിച്ച കൊച്ചി. പിന്നെ ഫുട്ബോളാ, പിക്കപ്പ് ദ ബേബി. നമുക്ക് ബേബീനെ എടുക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നീ അവിടെ ഇരിക്കുക കേട്ടാ. അപ്പോൾ നമുക്ക് ഇവന് പാല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ, നമുക്ക് നൈറ്റ് കണ്ടുവിന് പാല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പാല് കൊടുക്കുക. ഇതല്ലേ അടുക്കളയിലായിരിക്കുമല്ല സാധാരണ പാല്. ഫ്രിഡ്ജ് പാലുണ്ടാവുമോ? ഓക്കെ, ഫ്രിഡ്ജിലാണ് അവൻ്റെ ബോട്ടിൽ, അവൻ്റെ പാലടിക്കുന്നത്. ഈ പാലും ഉണ്ട് അവൻ്റെ അണ്ണാക്കി കണ്ടെത്തല്ലാം. ഡോറടക്ക്. ഓക്കെ, അപ്പോൾ ഈ പാല് കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളെ തിന്നുവെല്ലാം ചെയ്യുമോ? നമുക്കിവനെ പറ്റിച്ച പാലെടുത്ത് നമുക്ക് കളഞ്ഞാലോ? അല്ലേ വേണ്ട, ഇവൻ്റെ കണ്ണുകൊണ്ടിട്ട് തന്നെ പേടിയാണ്. ഇവൻ്റെ കണ്ണുണ്ട് ഏതാണ്ട് ഒരുമാതിരി പേടിപ്പിക്കാൻ കൊടുത്ത കണ്ണ്. കൊടുക്ക് ഇതാരെ കൊടുക്കാൻ പറ്റണല്ലോ. ഇത് കൊടുക്കാൻ പറ്റണില്ല. എങ്ങനെ കൊടുക്കണ? കൊടുത്ത്. ഓക്കെ, ഇവൻ്റെ ചിരി കണ്ട. ഓ, കാര്യം സാധിച്ച്. ഓ, കൊച്ചി നാറ്റിച്ച്. ഇനി ഇവനെ നമ്മൾ എടുക്കണം. ബാ. ഓ, ഇവനെ ഏതോ ടേബിളിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ കക്കൂസിൽ ഏതോ ടേബിളിലോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അതാണ് കക്കൂസ്. നീ എന്നാ താഴത്ത് കിടക്കാൻ ഇങ്ങോട്ട് വാ. നിന്നെ ഷെയ്ക്കാക്കിയാലാ. ഷെയ്ക്ക് കയ്യിൽ നിന്നെങ്ങാനും തെറിച്ചു പോടി. ചെക്കൻ്റെ കാലൊക്കെ തെറിച്ചു. ചെക്കൻ്റെ കാലൊക്കെ എന്ത് പറ്റി? മോനപ്പീട്ടാ. വാ, ഇവൻ്റെ ജട്ടി മാറ്റാം. അതിവിടെ ഒരു ജട്ടി ഇരിപ്പുണ്ട്. നമുക്ക് ഇതെടുത്തിടാം. അവിടെ ഇരിക്കും. ഇതേ പോണു. എന്നാൽ പോറാം. ഇത് എടുക്കാൻ പറ്റുള്ളല്ലോ. അപ്പോൾ ഇതല്ലായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. എനിക്ക് തോന്നണില്ല ഇതല്ലായിരിക്കും. ബേബീനെ ടേബിളിൽ കൊണ്ട് ഇരുത്താനല്ലേ പറഞ്ഞാൽ. എനിക്ക് തന്നെ അതായിരിക്കും ടേബിൾ. അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അപ്പം എനിക്ക് ആ ചെട്ടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊരു പേടി, നമ്മുടെ കണ്ണ് തെറ്റി ഇവന് എങ്ങോട്ടെങ്കിലും പറന്നു പോകും. ഇവൻ അങ്ങനത്തെ ഒരു അസുഖമുള്ള കൊച്ചാണ്. എന്നാലും ജട്ടി എടുക്കാം. അവിടെ എന്തോ ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അത് നോക്കാം. ഇപ്പം ജട്ടി എടുക്കാൻ പറ്റി. ഏതൊരു കൊച്ചു കാണില്ല. കൊച്ചിനെ കാണില്ല. എന്തിനാ തിളങ്ങണം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തിളങ്ങണത്. ഒരു പാവ. ഇതന്നെയാണ് ഭൂതം പറന്നുപോയി. ഇതന്നെയാണത്. കൊച്ചിരിക്കൻ. അയ്യോ, അതൊരുതന സമയം ഞാൻ കൊച്ചിൻ്റെ കാര്യം മറന്നുപോയി. കൊച്ചിരിക്കൻ, നീ എങ്ങോട്ടാടാ അമ്മാഞ്ഞു പോയത്? ഉണ്ടക്കണ്ണ ജെട്ടിയിട്. വാ. ഇനി എന്താ വേണ്ട? കിടത്തി ഉറക്കണേനോ? നിന്നെ കിടത്തി ഉറക്കാൻ പോവാടാ. നിന്നെ ഇനി കിടത്തി ഉറക്കിയിട്ട് വേണം എനിക്ക് വേറെ പണിയുള്ളത്. ഇവനെ കിടത്തി ഉറക്കേണ്ടത് എനിക്ക് തോന്നണ ഈ റൂമിലായിരിക്കും. തുറക്കാൻ പറ്റുമോ? അയ്യോ, ദേ പോണ്. ഇവനെടുക്കാൻ തുറക്ക് ഫസ്റ്റേ. തുറക്കാൻ പറ്റില്ല. അയ്യോ, ഏതെങ്കിലും ഡോറ് തുറക്കാൻ പോയി ഇവൻ്റെ അടുത്ത് പോകും. തുറക്കാൻ പറ്റുമോ? ഇത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തുറന്ന്. ദേ ഒരു ക്യാറ്റ്. നേരത്തെ കണ്ട പോലത്തെ ഒരു ക്യാറ്റ് ഇരിപ്പുണ്ട് ഇവിടെ. എന്ത് ഹാർഡ് എന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വേറെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് തന്നെ ഓപ്പണാണ്. പക്ഷെ ഇവനെ മാറങ്ങാണ്ട് മുമ്പിൽ വന്നിരിക്കണം ഇവൻ. തുറന്നേ. ഇത് ബുക്കല്ലേ? ഇത് തന്നെയാണത്. ഞാൻ വിചാരിച്ച് ബുക്കായിരിക്കും. എന്തേ ഒരു കീ കിട്ടിയല്ലോ നമുക്ക്. എന്തിൻ്റെ കീയത്? പേരൊന്നുമില്ലേ കീക്ക്? ഇല്ല, പേരൊന്നുമില്ല. അങ്ങനെ ഇവനെന്നാ ഇങ്ങനെ നോക്കണം. ഞാനെന്തോ കട്ട പോലെ. ഞാൻ ഒരു കീ എടുത്തതിനാണോ നീ ഇങ്ങനെ പറഞ്ഞ? എന്നാ നിൻ്റെ കീ. വാഷിംഗ് മെഷീൻ. നിന്നെ ഒന്നൊരു കറക്കോടാ ഞാൻ. കറക്കാൻ പറ്റണേ. ഇരിക്കേ. ഇട്. അടയ്ക്ക്. കറങ്ങുക. കറങ്ങി. പിന്നല്ല, കൊച്ചിനെ നമ്മളിന്ന് ശരിക്കും ഷെയ്ക്കാക്കും. ഇത് കറക്കം നോക്കി. എൻ്റെ അമ്മോ, കൊച്ചിൻ്റെ കണ്ണൊക്കെ നോക്കി.
അയ്യോ എടി അത് കണ്ടായിരുന്ന റെഡ് കളർ കണ്ടിനി. അയ്യോ അവനടെ കൊച്ചിന് ദേഷ്യം വന്നിട്ടാ. ആരാടെ എന്നെ കറക്കണമെന്ന് പറഞ്ഞാണ് കൊച്ചി. ഇതെന്നോട്ടൊരു കാൽപ്പാട്. ഇതെന്നാണത്? ഓക്കെ അതെന്തെങ്കിലും ആയിട്ട് നമുക്ക് എന്തായാലും അവൻ നോക്കാം. എനിക്കൊന്നും ആ താക്കോലിൻ്റെ ഇരിക്കുന്ന നമ്മളോട് ഇപ്പോൾ പറഞ്ഞാൽ കൊച്ചിനെ കിടത്തിറക്കാനാണ്. ഇതാണ് ബെഡ്റൂം. ഇതെങ്കിലും ആണാടേ. ഇതാണ്. ഓക്കെ ഇവൻ ഇവിടെ ഇരുത്താം. അല്ല ഇവിടെ കിടത്താം നമുക്ക്. പക്ഷേ ഇവൻ എവിടെ ഇരിക്കണത്? നിന്നെ എവിടെ ഇരുത്താൻ നോക്കണം. നീ എവിടെ ഇരിക്കണത്? നിന്നെ ഇവിടെ വീണ്ടും ഉറക്കിയിരിക്കണം. ഇങ്ങോട്ട് വേണി. അവിടെ പോയി ഇരിക്കേ. ഇവിടെ ഇരുന്നോ? അവിടെ നിന്നെങ്ങാനും ഓടിപ്പോയാലാണ്. ഇനി എന്താ വേണ്ട? നമ്മൾ തന്നെ കഥ വായിച്ചു കൊടുക്കണം കൊച്ചിന് കഥ വേണോ? കഥ വായിക്കാൻ പറ്റും. കഥയാണ് തന്നെ. നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ? കഥ വായിക്കണം. കഥ വായിക്കണമെന്ന് തോന്നണത്. നമ്മളിവിടെ ഇരുന്ന് നമ്മൾ കസേര ഇരുന്ന് ഇതെന്നാ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? തുറന്നേ. തുറന്ന്. ഇതെന്നാ കഥ? ഇതെന്നാ കഥ? ഇത് സൗണ്ടൊന്നും കൂട്ടാ എനിക്കൊന്നും കേൾക്കാൻ പറ്റണല്ലോ. ഇപ്പം പിന്നെയും കേൾക്കാം. ഇതെന്നാ ഇയാളെന്നെ കിടന്ന് പറഞ്ഞ ഇയാൾക്കെന്നാ വയ്യേ? ഇയാളെന്താ പിച്ചും പോയി കിടന്ന് പറയണം? പേജ് മറിഞ്ഞ് വേറെ പേജായി. ഇത് നമുക്ക് നിർത്താൻ പറ്റും. എനിക്ക് മടുത്തി ഈ കഥ കേട്ടിട്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല ഈ കഥ. ഈ കൊച്ചാണെ കിടന്ന് ഉറങ്ങണില്ലെന്ന് തോന്നാൻ. നമുക്കിത് മാറ്റിയാലോ? ഇയാളിങ്ങനെ എട്ടുമുട്ടും ഇല്ലാതെ എന്തോന്ന് പറയുന്നുണ്ട്. ആർക്കും മനസ്സിലാകാത്തൊരു കഥ. നമുക്ക് മാറ്റാടേ. എനിക്ക് മടുത്തത്. നമുക്ക് മാറ്റിയാലോ പ്രശ്നമുണ്ടോ? ഇല്ല ഗൈസ്, നമുക്കത് മാറ്റാം. ശരി അവൻ നേരത്തെ കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മളൊന്ന് വായിച്ചുകൊണ്ടിരിക്കണം. അവൻ്റെ കൂർക്കം പോലെ ഉണ്ടോ ജിന്നും പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് അടിക്കണം. നമുക്ക് എന്തായാലും നമ്മളോട് ടി വി കാണാനാ? ടി വിയാ? നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. തുറക്ക്. ഏണി. പക്ഷെ എനിക്കൊന്നും ഇപ്പം അങ്ങോട്ട് പോകണമെന്ന്. നമ്മളോട് ഇപ്പോൾ ടി വി കാണാനല്ലേ പറഞ്ഞേക്കണം. അവളിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്കതിനിപ്പോൾ ടി വി കാണാം. അല്ല എന്നാലും നമ്മളിന്ന് ടി വി കാണാൻ പറഞ്ഞാൽ എന്തെങ്കിലും പണിയാണേ. നമുക്കെന്തെങ്കിലും ഇപ്പോൾ ടി വി കാണാം. നടക്കട്ടെ, നോക്കാന്നേ. അവിടെ പറഞ്ഞിരിപ്പുണ്ടോ മറ്റേ ക്യാറ്റ്? എടുക്ക്. വാ. ഇപ്പം എത്ര എണ്ണമായി? 3 എണ്ണം. ഇനി 12 എണ്ണം കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ ഇരിക്കൂടാ. നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട്. ഓക്കെ നീ ഉറങ്ങണം. ഇവൻ ഇരുന്ന് ഉറങ്ങണ്. എടി നിങ്ങൾ കേട്ടാ? എടാ കൊച്ചെണീറ്റ്. കൊച്ചു കരയണ സൗണ്ടല്ലേ ഇപ്പം കേട്ടാ? കൊച്ചെണീറ്റ്. കൊച്ച് ഫുള്ളുടായിപ്പാട്ടോ. അതേ എണീറ്റ് പണി. മോനൂസേ എന്താ പറ്റി വീണ്ടും? എടി കൊച്ചിനെ കാണാനില്ല. കൊച്ചിനെ ആരോ കട്ടുണ്ടോ? കൊച്ചിനെ കാണാനില്ല. അയ്യോ ഇവനോടെ പോയി. ഇതിനകത്തെങ്ങാനും ഉണ്ടോ? ഇതിനകത്തൊന്നും ഇല്ലല്ലോ. കൊച്ചോടെ പോയി. അതേരിക്കും. നീ എന്നാടാ എന്നെ കളിപ്പിക്കണോ? നീ മോളിൽ നിന്ന് നേരെ താഴത്തേക്ക് വന്നു. നിനക്കെന്നാ മേലെ അവിടെ നിന്നിട്ട് വരാം. നീ എങ്ങനെ ഇവിടെ എത്തി? കള്ളച്ചെറുക്കൻ. വീണ്ടും ഇവനെ ഉറക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും കണ്ട ഉറക്കാം. ഇവനെ എനിക്ക് കണ്ടിട്ട് പിടിച്ച് കുലുക്കട്ടെ നിന്നെ ഞാൻ. ഇവനെ കണ്ടിട്ട് എന്തോ പോലെ എനിക്ക്. അവനാക്കി ഇവിടെ ഇടാം. ഇതന്നെ ക്യാറ്റൊന്ന് നേരത്തെ ഇങ്ങനെ ക്യാറ്റൊന്ന് കാണിച്ചായിരുന്നു തോന്നുന്നു. ഇനി അവനൊരു ടെടിയും കൊടുക്കാനാണോ? അവിടെ കുറച്ച് ടെടി ഇരിപ്പുണ്ട്. കഥ വായിക്കണേ നമ്മൾ? വായിക്കണ്ട. നമുക്കിനി ടെടി ഏതെങ്കിലും എടുത്ത് കൊടുത്താൽ നമുക്ക് ക്യാറ്റ് തന്നെ എടുത്ത് കൊടുക്കാം. ഇവന് ക്യാറ്റ് കൊടുത്താൽ ചിലപ്പോൾ അവൻ എണീറ്റ് വരാതിരിക്കുമായിരിക്കും. മോനൂസേ എന്നാ നിനക്കൊരു പൂച്ച. സന്തോഷമായി. അവന് പൂച്ചനെ കിട്ടിയപ്പോൾ അവന് സന്തോഷമായി.
നമുക്ക് എന്തായാലും ഇവിടെ തോന്നാം. നമ്മളുടെ വീണ്ടും ടി വി ആണെന്നാണ് പറഞ്ഞേക്കണം. നമ്മളെന്തിനാണ് എപ്പോഴും അപ്പുറം ടി വി കണ്ടോണ്ടിരിക്കണം? നമ്മൾ ടി വി ആണ്, ഇവൻ എനിക്ക് വരും. ഇവന് വേറെ പണിയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഹൊററായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഈ ഗെയിമിൽ ഹൊററായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, നമ്മൾ വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അവിടെ. എന്തിനാണെന്നറിയാൻ പാടില്ല, എണീക്കാനാണോ അതോ വേറെ എന്തിനാണെന്ന് അറിയാൻ പാടില്ല. ദേ ഗെയിം കഴിഞ്ഞാ ഇത്രയുള്ള ഗെയിം. എടീ ഗെയിം കഴിഞ്ഞ് ഇത്രയുള്ള അപ്പം ഗെയിം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പാർട്ടായാലും ഉണ്ടാവും തോന്നുന്നു. ഇല്ലെങ്കിൽ ഇത് അവർ ഷോർട്ടായിട്ടല്ലോ ഉണ്ടാക്കിയൊരു ഗെയിമായിരിക്കും. ബേബി ഇൻ യെല്ലോ. നമ്മളിങ്ങനെ ബേബിന്ന് നോക്കണം. ഹൊറർ ഗെയിമാണെന്ന് ഞാൻ വിചാരിക്കുന്നല്ലോ, ഹൊററായിരിക്കും എന്നൊക്കെ. അപ്പം ഇത് ഒട്ടും ഹൊററില്ല. ഇത് സ്മൂത്തായിട്ടുള്ളൊരു ഗെയിമാണ്. ഇതിൻ്റെ വേറെ വല്ല പാർട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ദേടാ ബേബി ഇൻ യെല്ലോ ആക്ട് 2 ഉണ്ടടാ. അപ്പോൾ ഇത് ആക്ട് 1 വെറും ഡെമോ. ഇനി നമുക്ക് ആക്ട് 2 ഉണ്ടല്ലേ. ആക്ട് 2 ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചേക്കണം. പിന്നെ കമൻറ്റിലൂടെ എന്തെങ്കിലും പറയണമെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ പറയണം. നിങ്ങൾ പറയണ ഗെയിം ഞാൻ കളിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമ്മൾ ആക്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.